ഇതെല്ലാം നബി തങ്ങൾ പറയാത്തൊന്നും ഈ ലോകത്ത് വന്നിട്ടില്ല ഹബീബേ. ഇന്നിപ്പോ എന്താ ഇപ്പൊ പുതിയൊരു സിസ്റ്റം വന്നല്ലോ സ്കൂളിൽ, ഇല്ല എന്താ സ്കൂളിൽ ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം. എന്താ മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കാലം പോയി. ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർ അടിപൊളിയാ. അവരുടെ മുന്നേ ഇവിടെ ആമീനായിരിക്കും, ഇവിടെ അബൂബക്കറിരിക്കും, ഇവിടെ സബീദായിരിക്കും. ഇങ്ങനെ സുഖമല്ലേ ഇന്നത്തെ ക്ലാസ്? എടിയല്ല, എടിന്ന് വിളിക്കാൻ പാടില്ല, എടാന്നേ വിളിക്കാവും. ഇവിടുത്തെ പുതിയ സിസ്റ്റം എടാന്ന് വിളിക്കാം. എടാന്ന് അല്ലേ മുദക്കർ മുഅന്നസായി, മുഅന്നസ് മുദക്കറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാലഘട്ടം ആണ് പെണ്ണാവും പെണ്ണാണാവുന്ന ഇത് അന്നേ പറഞ്ഞ സംഭവമല്ല. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഉണ്ടാവൂന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇത് ഇന്ന് വരാതിരിക്കുവോ? ചിന്തിച്ചാൽ മതിയല്ലോ. ലാ തഖൂമുസ്സാ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. ജനങ്ങൾ മൃഗങ്ങളെ പോലെ വഴിയോരങ്ങളിൽ അഴിഞ്ഞാടുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഇന്ന് നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പ്രമേയം എന്താണ്? മക്കളെ, സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾ ഒരു ദിവസം മൃഗങ്ങളെ പോലെയാകണം. മൃഗങ്ങളെ പോലെയാകണം. മൃഗങ്ങളെ പോലെയാകാൻ പഠിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പണ്ട് MA ഒക്കെ എടുത്തിരുന്ന്, MB ഒക്കെ എടുത്തിരുന്ന് അല്ലേ? പണ്ട് MA MBA MC ഒക്കെ എടുത്തിരുന്നപ്പോൾ അതിനൊക്കെ ഒരു വിലയുണ്ട്. ഇപ്പൊ MA മാസ്റ്റർ ഓഫ് ആനിമൽ, മൃഗം പോലെ ആവണം മാസ്റ്റർ. MB മാസ്റ്റർ ഓഫ് ബഫല്ലോ, പോത്ത്, നീ പോത്താണ്, പോത്തിനെ പോലെ ആവണം. ഇപ്പൊ അങ്ങനെയൊക്കെ ആക്കി. ഇപ്പൊ നിയമം അങ്ങനെയായി മാറി. മൃഗങ്ങളെ പോലെ ആവണമെന്ന് അള്ളാഹ് പോലും പറഞ്ഞു. മൃഗങ്ങളെക്കാട്ടിലും കേടുകെട്ടവന്മാരാ മനുഷ്യന്മാരെന്ന്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ. കൽബുണ്ട് ചിന്തിക്കൂല, കണ്ണുണ്ട് കാണൂല, കാതുണ്ട് കേൾക്കൂല, ഇവർ മൃഗങ്ങളാണ് കേട്ടോ. അല്ലാഹ് പറയുന്നു, ഇല്ല 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 ഇല്ല, മൃഗങ്ങളെക്കാൾ കേടുകെട്ടവരാണ്. അല്ലാഹു അക്ബർ. നമ്മളെ നോക്കി അല്ലാഹ് പറയാണ് നമ്മളെ മൃഗങ്ങളല്ല. അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നമ്മളെ മൃഗങ്ങളാവണമെന്ന്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായ സംഭവം. മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെയും പോയി വേഴ്ച ചെയ്യാം, എങ്ങനെയും ആകാം. അപ്പൊ പട്ടി ഇവിടെ നമ്മുടെ മക്കബറയുടെ മുന്നിലാണെന്ന് പറഞ്ഞാൽ പട്ടിക്ക് വല്ല മക്കബറയോ പള്ളിയോ വല്ല അങ്ങനെയല്ലോ. അതിന് ഇന്തിഷാറാവുമ്പോൾ അത് കയറി അവിടെ ദുഹൂലാക്കിയിട്ട് പോകും. അവിടെ പറഞ്ഞിട്ട് വല്ല കാര്യം പള്ളിയാ മാറിപ്പോടേന്ന് വല്ല പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും. അപ്പോൾ ഇല്ലേ ഹബീബ്? അങ്ങനല്ലേ? വീട്ടിലാണെങ്കിലും പശു ഈ ആടിനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ വലിയ പാടാ സത്യത്തിൽ. പെൺമക്കളുള്ള ഒരു ആടിനെ വളർത്താൻ വീടില്ല. അവര് തമ്മിലുള്ള ദുഹൂല് ഭയങ്കര പ്രശ്നങ്ങളാണത്. അത് വലിയൊരു ഇടങ്ങേറാണ്. നമ്മുടെ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആടുകൾ ഇങ്ങനെ എന്നൊക്കെ ആക്കിക്കൊണ്ടുവരെ ഇതെന്താണ് ഉമ്മ എന്ന് പെൺമക്കൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? വലിയ പ്രശ്നമാണിത്. ഈ കൊറോണയിൽ കിട്ടിയ കുറെ പാഠങ്ങളാണ് എനിക്ക് കേട്ടോ. അതുകൊണ്ട് ഞാനിതൊക്കെ പറയും. കൊറോണയിൽ കുറെ പേര് ആട് വളർത്താൻ പോയല്ലോ, അതിന്റെ പേരിലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സംഭവം എന്താണ് ഉമ്മ, ഇതങ്ങനെ എന്താണ് ഉമ്മ, ഇങ്ങനെ എന്താണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ഇതിന് മറുപടി പറയും പെൺമക്കളോട്? ഒരു ആലിമ് തന്നെ പറഞ്ഞു, ഉസ്താദ് ഇത് വലിയൊരു ഐബാണ്, നമുക്ക് പറ്റൂല ഇത് വളർത്താൻ. കാരണം ഇത് പിന്നെ ഇന്ത്യക്കാരായിട്ട് പറ്റുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പെണ്ണുമക്കളുടെ നമ്മളെന്ന് മറുപടി പറയും. വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ മൃഗങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലോകത്ത് ഉസ്താദില്ലാത്ത ഒരേ ഒരു ഇൽമെന്ന് പറയുന്നത് ഈ സാധനമാണ്. ലോകത്ത് ഏത് പൊട്ടന് ഏത് നാട്ടുകാരനും കല്യാണം കഴിച്ചിട്ട് അവന് ഇൽമിന്റെ ആവശ്യമില്ല, ഒരു ഉസ്താദിന്റെ ആവശ്യമേ ഇല്ല. ഇത് പിന്നെ നമ്മൾ ഇത്രയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കാര്യം. ഇത് പഠിക്കാതെ തന്നെ ഉമ്മാരുടെ സ്വഭാവം കണ്ട കൊച്ചു പയ്യന്മാർ പോലും ചിരിക്കുന്നത്. പഠിക്കാതെ തന്നെ ഇവരിങ്ങനെ ചിരിക്കുകയാണ്. ഇനി ഇവർ പഠിക്കുകയും കൂടെ ചെയ്താലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല പറഞ്ഞു, മൃഗങ്ങളെക്കാൾ നിങ്ങൾ അധപ്പതിച്ചു പോയി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും അന്ന് ഈ ആണും പെണ്ണും പരസ്യമായിട്ട് റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട് വ്യഭിചരിക്കും. പരസ്യമായിട്ട്
മൃഗങ്ങളെ പോലെ തസാഫുദൽ ബഹായിം, അതാണ് നബി തങ്ങൾ പറഞ്ഞ വാക്ക്. ലാ തഖൂമുസ്സാ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ് റോഡില്. ശരിയല്ലേ? കോളേജിൽ പോയി നോക്ക്, അല്ലെങ്കിൽ വാ തിരുവനന്തപുരത്തോ ഞാൻ കാണിച്ചു തരാം. മടിയിൽ കയറിയിരിക്കാണ് പെണ്ണുങ്ങളുടെ മടിയിൽ ആണുങ്ങളുടെ മടിയിൽ പെണ്ണുങ്ങള്. ആ കാലം വല്ല ഇപ്പൊ ആയിരുന്നെങ്കിൽ മദ്രസയിലൊന്നും അങ്ങനെയില്ല. എല്ലായിടത്തും ആക്കാനുള്ള പരിശ്രമമാണിതിപ്പോ. അതിനാണ് അപ്പുറത്ത് വല്ല പഠിത്തം വല്ലതും നടക്കുമോ അബീവേ? ഇത് ഏത് കാലത്ത് എങ്ങനെ പഠിക്കാൻ പറ്റും? നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? എന്താണ് കാലം സംഭവം? ഇസ്ലാമിന് വിരുദ്ധമായിട്ട് വന്നാൽ അതിന് ഏത് സർക്കാരാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാലങ്ങൾ പോക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കല്ലേ, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ മിൻ ഖിബലിൽ മശ്രിഖി ഫയുഖ്സഫു ബഅ്ളുഹും ബിബഅ്ളിൻ അദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കേട്ടോ. 21-ാം നൂറ്റാണ്ടിലെ ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണും സമമാണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ മുസ്ലിമീങ്ങളെ നമുക്ക് നൽകിയ ഉത്ബോധനം എന്താ? ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ. ലെസ്ബിയനും ഗേയും ഒക്കെ ഇന്ന് തഴച്ചു വളരുമ്പോൾ അതിലും നമ്മുടെ സമുദായം അടിമപ്പെട്ടുപോയി, അകപ്പെട്ടുപോയി എന്ന് പറയുമ്പോ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓർക്കണേ, ലോകത്തിന്റെ ഗുരുവര്യർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തെ നോക്കിയിട്ടാണ് മദീനയുടെ പൊന്നുമോന ഉമ്മറപ്പടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ. ആണിനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും സ്വർഗഭോഗത്തിലൂടെ അവർ സംതൃപ്തിപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ പ്രകൃതിക്ഷോഭങ്ങളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ, മാരകമായ വിപത്തുകളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ. അതിലൂടെ അവരുടെ കോലം തന്നെ മറിക്കപ്പെടുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂകമ്പം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടല്, ഭയങ്കരമായ മഴ, ഭയങ്കരമായ കാറ്റ്, തീക്കാറ്റ്, ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? എപ്പോ ആണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ഗേ, പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ലെസ്ബിയൻ, ഇങ്ങനത്തെ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇപ്പൊ എത്ര വർഷം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ നടക്കുന്നത്? നിന്നിട്ടുണ്ടോ? ഇന്നലെയും പൊട്ടിയില്ലേ? മിനിഞ്ഞാന്നും പൊട്ടിയില്ലേ? ഇല്ലേ? എത്ര നാള്, എത്ര വർഷം കൊണ്ട് ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിൽ ഒരു കുടുംബം തന്നെ ഒലിച്ചു പോയില്ലേ? ബഹുമാനപ്പെട്ട ഉമാമ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവിയോട്, സഹാബാക്കളടക്കം നബി തങ്ങളുടെ പത്നിയായ ആയിഷ ബീവിയോട് പോയി ചോദിക്കുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനി സൽസലാ. നല്ലപോലെ ശ്രദ്ധിക്കണേ മക്കളെ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയാണ്, പ്രിയപത്നിയാണ്. 2600-ൽ പരം ഹദീസുകൾ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത, റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ സിദ്ദീഖയോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പോയി ചോദിക്കുകയാണ്, മഹദി അവர்களே, തുടർച്ചയായി ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? പ്രകൃതിക്ഷോഭം ഉണ്ടാകാനുള്ള കാരണം എന്ത്? മഹദി അവர்களെ ഒന്ന് പറഞ്ഞു തരുവോ? ഹദ്ദിസ്നി അനി സൽസലാ. എന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിക്കാനുള്ള കാരണമെന്ന് മഹദി അവர்களോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുകയാണ്, ഖാലത്ത് ഇദസ്തബാഹു അസ്സിനാ.
ഇഷ്ടാനുസരിച്ച് ആണിനോടോ പെണ്ണുമായിട്ട് ഭോഗിക്കാം. അങ്ങനെ ഒരു അനുവാദം എന്ന് വരുന്നോ അന്ന് നിങ്ങൾ പ്രകൃതിക്ഷോഭം പ്രതീക്ഷിച്ചോ. ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ അങ്ങനല്ലേ, ഇപ്പൊ വന്നല്ലോ നിയമം, അങ്ങനല്ലേ? കല്യാണം കഴിക്കാൻ പാടില്ല. 18 വയസ്സായ പെണ്ണുമായിട്ട് എവിടെ വേണേലും നിനക്ക് പോകാം, രാത്രി റൂം എടുക്കാം, താമസിക്കാം, ജീവിക്കാം. ഇപ്പൊ ഈ ബഹുഭാര്യത്വം കൂടെ നിരോധിക്കാൻ പോകാന്ന് പറയുന്നിട്ട് അപ്പൊ നമ്മളെല്ലാം കുടുങ്ങും. ഒന്നുകൂടെ കെട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കുടുങ്ങിപ്പോയ പ്രശ്നമല്ലേ. ഇപ്പൊ അതും കൂടെ നിരോധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സംഭവം എന്നാലോചിച്ച് നോക്ക്. ബഹുഭാര്യത്വം നിരോധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും രംഗം? ഇപ്പം നിരോധിക്കാൻ പോവാണ്. തലാക്ക് നിരോധിക്കാൻ പോവാണ്. തലാക്കിന് പറയാനേ പാടില്ല. മുത്തലാക്ക് അത് ഒഴിവാക്കി ഒന്നിക്കൊണ്ടുവന്ന് അപ്പോഴും മുസ്ലിയാക്കന്മാർ മസാല. അതുകൊണ്ട് പണ്ടേ മസാല ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ട് അതിലുമല്ല. ഇനി തലാക്ക് എന്ന് പറഞ്ഞാൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പം ബഹുഭാര്യത്വം നിരോധിക്കാൻ പോവാണ്. ബഹുഭാര്യത്വം നിരോധിക്കാൻ പോകുമ്പോൾ നമുക്ക് വേറെ പെണ്ണ് കിട്ടാൻ പറ്റൂല. പിന്നെ വേറൊരു ഹിക്കുമത്തുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഹയർ തന്നെ. കോടതിയൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ഹയർ തന്നെയാണ്. പള്ളിയുടെ ലെറ്റർ വേണ്ട, നമുക്ക് രഹസ്യമായിട്ട് വിവാഹം കഴിക്കാൻ. ഇതിപ്പോൾ പള്ളിയുടെ രണ്ടാമതാണെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ ലെറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ലാതെ പള്ളിയുടെ ലെറ്റർ കൊടുക്കാതെ നിക്കാഹ് കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ എന്താ, 2 സാക്ഷികളെയും വെച്ച് ഒരു ഉസ്താദ് കൊണ്ടുവന്ന നിക്കാഹ് ഒരു മുറി വെച്ച് നടത്തി തന്ന ഹലാലായില്ലേ? നമുക്ക് പിന്നെ റാഹത്തായിട്ട് കഴിഞ്ഞുകൂടാല്ലോ. നമ്മുടെ കളി സംഭവം അവിടത്തല്ലേ നിയമങ്ങളും കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സൗകര്യം ചെയ്ത് കൊടുക്കാമെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ ഓരോരുത്തർ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കണം, ഒന്നുകൂടെ കല്യാണം കഴിക്കണം. എങ്ങനെയാണ് ഈ പള്ളിയിൽ നിന്ന് ലെറ്റർ കിട്ടാത്തതിന്റെ ഒരു വിഷമം, അടുത്ത ഭാര്യ അറിഞ്ഞാൽ അതും പ്രശ്നം, ഇതെല്ലാം ഒരു പ്രശ്നമാണ്. വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പൊ നിയമം വരാൻ പോവാണ്. സഹോദരിമാരെ എങ്ങനെയല്ലേ ഇവിടെ നിന്ന് ഓടിക്കുന്ന ലക്ഷണമുണ്ട്. എന്തിനാ നമ്മള് വിഷമിക്കുന്നത്? ഒരു 4 പെണ്ണ് കെട്ടൽ. ഞാനിപ്പോ കെട്ടുന്നില്ലയോ അത് വിഷയം വേറെ. ഞാനൊരു ഹിക്കുമത്ത് പറയാണ്. 4 വിവാഹം കഴിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഒരു ഭർത്താവിൻ്റെ ജോലി 4ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. എന്താ ഉസ്താദേ? ഒരു ഭർത്താവിൻ്റെ ജോലി 4ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട ഇവർക്ക് സുഖമല്ലേ? 1 മണിക്കൂറിൽ ജോലി തീരും ഇവളുടെ പണി. ബാക്കി 23 മണിക്കൂർ നെറ്റി കളിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർ 4 പേര്, ആമിന, സഫിയ, സബൂറ, ഷാക്കിറ, ഈ 4 പേര് പരിപാടി അങ്ങ് ഏറ്റെടുക്കുക. ഓരോരുത്തർ, ഒരാൾ തുണി കഴുകുക, ഒരാൾ വസ്ത്രം കഴുകുക, ഒരാൾ അവരെ ആശുപത്രി കൊണ്ട്, ഒരാൾ അടുക്കളയിൽ പണിയെടുക്കുക. എന്താ റാഹത്ത്! അവരവരുടെ പണി കഴിഞ്ഞ്, സബൂറ നീ തീർന്ന, ഞാൻ എൻ്റെ പണി തീർത്തടി, നീ എൻ്റെ പണി തീർന്നില്ല, ഇല്ല എനിക്ക് കുറച്ചുണ്ടടി, ഒന്ന് സഹായിച്ചു തരുമോ? അത് വേണമെങ്കിൽ അവരുടെ തമ്മിലുള്ള ബന്ധങ്ങളാണ്. 4 രീതി ഇസ്ലാം പഠിപ്പിച്ച രീതി അങ്ങനെയാണ്. അബീബേ, നമ്മൾ കല്യാണം കഴിക്കണോ വേണ്ടെന്നല്ല, ഇസ്ലാം നൽകുന്ന സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ, എല്ലാവരും പറയും എന്തൊരു ക്രൂരതയായി കാണിക്കുന്നതെന്ന്. എന്ത് ഒരിക്കലും ക്രൂരതയല്ല സഹോദരന്മാർ, അങ്ങനെ ചിന്തിക്കരുത്. ക്രൂരതയാണോ? ഒരു ഭർത്താവിന് 4 ഭാര്യ എന്ന് പറയുമ്പോൾ 4 പേരും കൂടെ ചേർന്ന് ഡിവൈഡ് ചെയ്ത് ജോലി മാറ്റുകയാണ്. അവർക്ക് എത്ര സന്തോഷമാണത്. എന്നാൽ തിരിച്ചു നോക്കിക്കോ, ഇസ്ലാം അങ്ങനെ വെച്ചിരുന്നെങ്കിലോ, ഒരു ഭാര്യയ്ക്ക് 4 ഭർത്താവായിരുന്നെങ്കിലോ? ഇവിടുന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റൂല. അല്ല, ഞാൻ പറയുമല്ലോ, ഞാൻ അങ്ങനത്തെ ആളായിപ്പോയി. എനിക്ക് നെറ്റിനകത്തൊക്കെ ഇനി ഒന്നും കേൾക്കാനൊന്നുമില്ല. സംഭവം ഇതല്ല. ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്തെല്ലാം സ്വർഗം പറഞ്ഞാലും ആഖിറം പറഞ്ഞാലും നരകം പറഞ്ഞാലും എല്ലാം നമുക്ക് പ്രശ്നം തന്നെയാണ്. അത് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ദീനിന്റെ കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ 4 ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് വന്നാൽ ഈ പെൺകുട്ടി, ഇവൾ ഒരു ഗർഭമുണ്ടായാൽ ആരാണ് ഭർത്താവ്, ആരാണ് ഉപ്പ? എവിടെയാണ് പ്രശ്നം വരും? ചർച്ച വരൂല്ലേ? പ്രകൃതിയോടുകൂടി യോജിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നമ്മളെ ചിന്തിക്കണം. ഈ 4 ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം ഈ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ പാൻ്റ് എന്ന് പറഞ്ഞ ചാക്ക് പോലത്തെ സാധനം. ഇത് കഴിയണമെങ്കിൽ തന്നെ 3 മണിക്കൂർ വേണം ഓർമ്മ കഴിയണമെങ്കിൽ തന്നെ. ഇത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം അത് അനുവദിച്ചിരിക്കുന്ന നന്മയാണത്, തെറ്റല്ല. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവരൊരു തെറ്റായിട്ട് അത് കാണുന്നു. ഒരിക്കലും ഇസ്ലാമിന്റെ മതം പ്രകൃതിയോട് യോജിച്ച മതമാണ്. ഒരിക്കലും ഇസ്ലാം പ്രകൃതിക്ക് എതിരായ മതമേ അല്ല. അതാദ്യം ചിന്തിക്കണം. അത് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലേ കൂട്ടി പറഞ്ഞത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് വരുന്നു, സംഭവിക്കുന്നു. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ ഷഫീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇവിടെ സമത്വവാദത്തെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമൻ യഅമൽ മിനസ്സാലിഹാതി മിൻ ദക്കറിൻ വഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ.
പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇസ്ലാം സ്ത്രീകൾക്ക് 3 പദവികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പുരുഷനേക്കാൾ സ്ത്രീക്ക് ഇസ്ലാം പദവി നൽകുകയാണ്. 2, സ്ത്രീയും പുരുഷനും സമമാണ്. ഏത് വിഷയത്തിൽ? വിശ്വാസത്തിന്റെ വിഷയത്തിൽ, അവരുടെ കർമ്മങ്ങളുടെ വിഷയത്തിൽ, അവരുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ സ്ത്രീയും പുരുഷനും സമമാണ്, തുല്യമാണ്. 3, പുരുഷന് സ്ത്രീകളെക്കാൾ സ്ഥാനമാണ്. ഈ 3 കാര്യമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത്. ഒരിക്കലും സ്ത്രീയും പുരുഷനും തുല്യമാവുകയേയില്ല. തുല്യമാകും ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. അത് ഒന്ന് വിശ്വാസത്തിലാണ്. ഈമാൻ കാര്യം 6ആണ്, ഇസ്ലാം കാര്യം 5ആണ്. അത് പുരുഷനും സ്ത്രീക്കും അത് സമമാണ്. പുരുഷൻ 2 റക്അത്ത് നമസ്കരിച്ചാലും സ്ത്രീ 2 റക്അത്ത് നമസ്കരിച്ചാലും തുല്യമായ കൂലിയാണ് അവർക്ക് നൽകപ്പെടുക. സ്ത്രീ നോമ്പെടുത്താലും പുരുഷൻ നോമ്പെടുത്താലും അവർക്ക് തുല്യമായ കൂലിയാണ് അല്ലാഹു നൽകുക. സ്ത്രീ തഹജ്ജുദ് നമസ്കരിച്ചാലും പുരുഷൻ തഹജ്ജുദ് നമസ്കരിച്ചാലും തുല്യമായ കൂലിയാണ് അല്ലാഹു നൽകുക. സ്ത്രീ ഖുർആൻ പാരായണം നടത്തിയാലും പുരുഷൻ ഖുർആൻ പാരായണം നടത്തിയാലും തുല്യമായ പദവിയാണ് അല്ലാഹു നൽകുക. ഒരു സ്ത്രീ നോമ്പ് പിടിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല, അത് പെണ്ണല്ലേ, നമുക്ക് ഫുള്ള് കൊടുക്കണ്ട, ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 കൊടുക്കാം. ഇത് ഇസ്ലാമിന്റെ നയമല്ല, അത് രാഷ്ട്രീയക്കാരുടെ നയമാണ്. ഒരു കടയിൽ ഒരാണ് ജോലി ചെയ്താൽ 10,000 രൂപ ശമ്പളം, പെണ്ണ് അതേ ജോലി എടുത്താൽ 5,000 6,000 രൂപ ശമ്പളം. ഇത് നീതിയല്ല, ഇത് ഒരിക്കലും ഇത് നീതിയല്ല. ആണായ ഒരു മെക്കാട് പണിയെടുത്താൽ 1000 രൂപ അവന് ശമ്പളം കൊടുക്കും. ഒരു പെണ്ണ് വന്ന് മെക്കാട് പണിയെടുത്താൽ 800 രൂപ ശമ്പളം കൊടുക്കും. ഇത് നീതിയല്ല. അവളെടുക്കുന്ന പണിയല്ലേ അവനെടുക്കുന്നത്. ഇതെവിടെ നീതി? ഒരിക്കലും അത് നീതിയാവൂല. അത് ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന നീതി. ഒരു ആണ് നമസ്കരിച്ചാലും പെണ്ണ് നമസ്കരിച്ചാലും തുല്യ നീതിയാണ് അവിടെ. ആണാകട്ടെ പെണ്ണാകട്ടെ അവരൊരു നന്മയാണോ അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവരെ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. വലായുല്ലമൂന നഖീറാ, അവരോട് ഒരു അണുകിട പോലും അല്ലാഹു അതിക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും നന്മയാണോ അവർ ചെയ്യുന്നത്, അവർക്ക് തുല്യമായ വേതനമാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ, നിങ്ങൾ പുരുഷന്മാര് അള്ളാന്റെ മാർഗത്തിലെ സമരമുഖത്തിൽ പോകുമ്പോ അല്ലാഹു തആല അവർക്ക് ഉയർന്ന പ്രതിഫലം നൽകാറുണ്ടല്ലോ. ഞങ്ങളെ സ്ത്രീകളായി പോയതിന്റെ പേര് അബലകളും ചബലകളുമായി തള്ളപ്പെട്ടിരിക്കുകയല്ലേ. പുരുഷന്മാർക്ക് അല്ലാഹു നൽകുന്ന കൂലി ഞങ്ങൾക്ക് എന്തേ അല്ലാഹു നൽകാത്തത്? ബഹുമാനപ്പെട്ട മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പോലും അത്ഭുതത്തോടെ തല കുനിച്ചു പോവുകയാണ്. എന്ത് മറുപടിയാണ് ഞാൻ പറയുക? ഇദാ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് ഇതാ മറുപടിയായി ഓതി കൊടുക്കുകയാണ്. കേട്ടോ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിയാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വസ്സായിമീന വസ്സായിമാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത്
والذاكرات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. മുസ്ലിമായ ആണായാലും മുസ്ലിമത്തായ പെണ്ണായാലും വിശ്വാസിയായ ആണായാലും വിശ്വാസിനിയായ പെണ്ണായാലും നോമ്പ് പിടിച്ച ആണായാലും നോമ്പ് പിടിച്ച പെണ്ണായാലും നാം അല്ലാഹുവിനെ അനുസരിക്കുന്ന ആണായാലും അനുസരിക്കുന്ന പെണ്ണായാലും വിക്രി ചെയ്യുന്ന ആണായാലും വിക്രി ചെയ്യുന്ന പെണ്ണായാലും അല്ലാഹുവിനെ സ്മരിക്കുന്നവരാരാണോ അവർക്ക് ഉന്നതമായ പ്രതിഫലമാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ആണിനും പെണ്ണിനും സമത്വത്തിന്റെ ആയത്തിതാ ഇറക്കുകയാണ്. ഉമ്മു സലമയ്ക്കും പെണ്ണുങ്ങൾക്ക് സന്തോഷമായി. അൽഹംദുലില്ലാ, സന്തോഷമായി. ആണുങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം പെണ്ണുങ്ങൾക്ക് കിട്ടും. ആണുങ്ങൾ പെണ്ണിൽ വീട്ടിൽ ജമാഅത്തായിട്ട് പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങളെ വീട്ടിൽ നിസ്കരിച്ചാൽ അതിന്റെ കൂലി അവർക്കും കിട്ടും. പേടിക്കണ്ട, പോരെ. إذا سلت خمسها وصامت شهرها وأطاعت بعلها فلتدخل من أي أبواب من الجنة كما قال عليه السلام. പെണ്ണെ, നീ ഇറങ്ങിപ്പോയി പള്ളിയിൽ നിസ്കരിക്കണമെന്ന് ധൃതി കൂട്ടേണ്ടതില്ല. നീ നിന്റെ ഭർത്താവിന് സേവ ചെയ്ത് നീ കൃത്യമായി നമസ്കരിച്ച് നോമ്പെടുത്തിട്ട് ഭർത്താവിനെ അനുസരിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടിയാൽ നീ ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാം. പോരെ, നമ്മൾ സ്വർഗത്തിൽ പോകാനാണല്ലോ ഈ പണിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം എന്നുള്ള വഴിയിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റിയ അതല്ലേ നല്ലത്. അതുകൊണ്ട് ഇവിടെ സമത്വം എന്ന് പറഞ്ഞത് ഇബാദത്ത് കൂലി അള്ളാഹു നൽകുന്ന വിഷയത്തിൽ സെയിം ഒരു നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു കുറവും വരുത്തുന്നേയില്ല. സ്ത്രീ പുരുഷനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷനേക്കാൾ സ്ത്രീക്ക് അള്ളാഹു തആല ഇസ്ലാം സ്ഥാനം നൽകുന്നു. പുരുഷനേക്കാൾ സ്ത്രീക്ക് അള്ളാഹു തആല ഇസ്ലാം അവിടെ സ്ഥാനം നൽകുന്നു. എങ്ങനെ നൽകുന്നു? ഉമ്മ ആണിലും പെണ്ണിലും വെച്ച് ഏറ്റവും കൂടുതൽ ഇസ്ലാം നൽകുന്ന സ്ഥാനം ഉമ്മക്കാണ്. ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ആണ് വാപ്പാടെ ഉമ്മാടെയും കാര്യം പറയുന്ന കൂട്ടത്തിൽ ഉമ്മാടെ കാര്യമാണ് അവിടെ മുന്തിച്ച് പറയുന്നത്. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. ഉമ്മ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് കഷ്ടത്തിന്റെ മേൽ കഷ്ടം സഹിച്ചല്ലേ നിന്നെ നൊന്ത് പ്രസവിച്ചത്, നിന്നെ ഗർഭം ചുമന്നത്, നിനക്ക് മുലയൂട്ടിയത്. ഈ 3 കാര്യം വാപ്പയിലില്ല. ഒന്ന് ഹംല്, ഗർഭം ചുമക്കുക. 2 വിലാദത്ത്, പ്രസവിക്കുക. 3 ഇർലാഅ്, മുല കൊടുക്കുക. ഇത് 3 വാപ്പായെ കൊണ്ട് സാധിക്കുമോ? പിന്നെ എങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി ആവും? പിന്നെ എങ്ങനെ യോജിക്കാൻ പറ്റുമോ? മനസ്സിലാക്കണം. ഇത് 3 നമുക്ക് ഭർത്താവിന്റെ പണിയല്ലേ. പിന്നെ ഒരു 6 മാസം ഇക്ക നിങ്ങൾ ഗർഭം ചുമക്കി, ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസം ഞാൻ ചുമക്കാം. അല്ലെങ്കിൽ കുറച്ചാൾ നിങ്ങൾ പാൽ കുടിക്കും, കുറച്ചാൾ ഞാൻ പാൽ കൊടുക്കും. ചൈനക്കാരൻ അവിടെ ഈ പാലുണ്ടാക്കി വെച്ച് അവിടെ ഈ പെണ്ണുങ്ങളെ ജോലിക്ക് പോവാം. ചൈനയിൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. പുരുഷന്മാർക്ക് ഈ പാൽ കൊടുക്കുന്ന പോലെ സുനാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ഈ പിള്ളേരെ ഇങ്ങനെ പാൽ കുടിപ്പിക്കും ചൈനയിൽ. ഇതൊക്കെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് സെക്സാന്നൊന്നും കരുതരുത്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ മനസ്സിലായി. ഇവിടെ ഉസ്താദ് എന്തെങ്കിലും പറയുമ്പോൾ അത് സെക്സാ ഉസ്താദെന്നൊക്കെ പറയും. ഇവിടെ സർക്കാർ ഇവിടെ പഠിപ്പിക്കാൻ പോവാ സെക്സ്. അന്നേരം പിന്നെ നിങ്ങൾ സർക്കാരിനെ ആരെല്ലാം കുറ്റം പറയുമോ? ആരെല്ലാം പറയുമോ? ഇത് പരിശുദ്ധമായ ദീന നമ്മളീ പറയുന്നത്. ഖുർആനും ഹദീസും വെച്ചിട്ട് നമ്മൾ പറയാണ്. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത് സെക്സ് ഒന്നുമല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. മനസ്സിലാക്കണം. എന്നാൽ അതിനെക്കാട്ടിലും കേടുകെട്ട നിലയിലാണ്. ഇപ്പം ആ പാഠ്യ പദ്ധതിയൊക്കെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ 40ാമത്തെ അധ്യായത്തിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മെൻസസ് ആയ ഒരു സ്ത്രീയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല. അതൊക്കെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. അത് ഏത് മതക്കാർ പറഞ്ഞാലും നമ്മുടെ ബുദ്ധി വെച്ചിട്ട് കൈകാര്യം ചെയ്യാന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഖുർആൻ പറഞ്ഞ എന്താ? യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദാ ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീദ്. ഈ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല, ഋതുമതിയായി ബന്ധപ്പെടാൻ പാടില്ല. ഖുർആനല്ലേ, നമ്മൾ അതിനല്ലേ അംഗീകരിക്കേണ്ടത്.
നമ്മുടെ നിയമപുസ്തകം അതാണ്, നമ്മുടെ നിയമപുസ്തകം അതാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഈ കൊറോണ വന്നതോടുകൂടി നമുക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയട്ടെ, ഓൺലൈൻ വഴിയായി എല്ലാ ബന്ധങ്ങളും. കൊറോണ നൽകിയ ഏറ്റവും വലിയൊരു പാഠം എന്തെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി ബന്ധങ്ങൾ രൂഢമൂലമായി, ധാരാളം ബന്ധങ്ങൾ കൂടി. കുട്ടികൾ പഠിക്കുന്നത് ഓൺലൈനിലായി. അപ്പൊ ഇന്ന് വരെ മൊബൈൽ എന്ത് എന്ന് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ മൊബൈലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. എത്ര കുട്ടികൾ മൊബൈൽ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു? എത്ര കുട്ടികൾ 10 വയസ്സായ കുട്ടികൾ. ഇന്ന് നോക്കിക്കോ, അങ്ങനെ ആ മൊബൈലിൽ ആ കുട്ടികൾക്കൊരു ശീലം വന്നപ്പോ ഇന്ന് മക്കൾ വീട് വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വാപ്പായ്ക്ക് എവിടെയും പോണോ, പോയിക്കോ, ആ മൊബൈൽ ഞാൻ. ഉമ്മാക്ക് എളുപ്പമായി, ഇവളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഒരു മൊബൈൽ അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ ഇഷ്ടം പോലെ 2-3 മൊബൈൽ ഉണ്ടല്ലോ. ആൾക്കാർക്ക് ഇഷ്ടാനുസരിച്ച് എന്ത് ചെയ്യാം. ഇപ്പം ഫ്രീ ആയിട്ട് എന്താ പറഞ്ഞ 0% ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേ വേണ്ട. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു മൊബൈലും കിട്ടൂല കേട്ടോ. അങ്ങനെ ആരും ധരിക്കുകയേ വേണ്ട. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. ബാങ്കുമായിട്ട് കണക്ഷനാണ്. ആ ബാങ്കിൻ്റെ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് ഇൻട്രസ്റ്റ് തന്നെയാണ്. അത് പഠിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പലിശയൊന്നും ഇല്ലല്ലോ ഉസ്താദേ, പലിശ തന്നെ ഉണ്ട്. അത് പഠിക്കാത്തതുകൊണ്ടാണ് 0 ഇൻട്രസ്റ്റ്. നിങ്ങളെന്താ പിന്നെ യത്തീമായ മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ തരാൻ? ഇതൊക്കെ നമ്മളെ പറ്റിക്കല്ലേ അബീബേ. നമ്മളെല്ലാം ആരാണ്? വെറും വിഡ്ഢികളല്ലേ? നമ്മളെ പറ്റിക്കല്ലേ ഈ ലോകം മൊത്തം, നമ്മളെ മുഴുവൻ. ഈ കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ച് എത്ര പൈസ കിട്ടിയേ? എത്ര പേര് സമ്പന്നരായി? കേവലം 2 രൂപ 1.5 രൂപയ്ക്ക് ആർക്കും വേണ്ടാത്ത മാസ്ക് വെച്ച് കോടിക്കണക്കിന് വിറ്റ് കാശ് എത്ര ഉണ്ടാക്കി? സാനിറ്റൈസർ ആർക്കും വേണ്ടാത്ത സാധനമാണ്. എത്ര പേര് കാശുണ്ടാക്കി? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച എന്താ? നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഒളുവെടുക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒളുവെടുക്കണം, നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ ഉറക്കൽ നിന്ന് രാത്രി നിങ്ങൾ എഴുന്നേറ്റ ഉടനെ രാത്രി നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങൾ പല്ല് തേക്കണം. നിങ്ങൾ മുഖവും മുൻകൈയും കഴുകാതെ കണ്ട് പാത്രത്തിൽ കൈയിടരുത്, ഒളുവെടുക്കുന്ന വെള്ളത്തിൽ കൈയിടരുത്. നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ ഗവൺമെന്റ് പഠിപ്പിച്ചു, എവിടെ പോയാലും മുൻകൈ കഴുകണം, എവിടെ പോയാലും കൈ കഴുകണം, എവിടെ പോയാലും മുഖം കഴുകണം, വീട്ടിൽ കയറിയാലും കഴുകണം, ഇറങ്ങിയാലും കഴുകണം, ആശുപത്രിയുടെ വാതിലും കഴുകണം. കഴി കൈയുടെ തൊലിയെല്ലാം പോയി. സംഭവം ഓരോരുത്തർക്ക് തൊലി അലർജി പിടിക്കാതെ സോപ്പിട്ട് എത്ര പ്രാവശ്യം കഴിയും സംഭവം. 5 വഖത്ത് ഒളുവെടുത്തപ്പോരെ. നമുക്ക് ഇത്രത്തോളം വൃത്തിയായിട്ട് ഒളുവെടുക്കാനും ഇത്രത്തോളം ശുദ്ധി വരുത്താനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ലോകത്ത് എവിടെയുള്ള ഇത്ര ശുദ്ധി വരുത്താൻ, കൃത്യമായിട്ട് ശുദ്ധി വരുത്തുക. മൂക്കിനകത്ത് വെള്ളം കയറ്റി ചീറ്റണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. അകത്തെല്ലാം ഉണ്ടെങ്കിൽ താഴോട്ട് പോട്ടെ എന്നാ ശാസ്ത്രം പഠിപ്പിക്കുന്ന. മുഖം മാത്രം കഴിയാൻ മതി, മുഖവും മുൻകൈയും കഴിയാൻ മതി. പിന്നെ മൂക്കിയിരിക്കുന്ന കൊറോണ ആര് കഴിയും? മൂക്കിലിരിക്കുന്ന കൊറോണ ആര് കഴിയും? അതുകൊണ്ടാണ് ഇസ്തിൻഷാക്ക് പറഞ്ഞത്, അതങ്ങോട്ട് മൂക്കിനകത്തേക്ക് വെള്ളം കയറ്റി ചീറ്റി വൃത്തിയാക്കണമെന്ന്. കൈയുടെ നഖങ്ങൾക്കിടയിലുള്ള അഴുക്കുകൾ മാറ്റിയെടുക്കണമെന്ന്. എത്ര ശുദ്ധി വൃത്തി ഇസ്ലാം പഠിപ്പിച്ചു. നമ്മൾ പള്ളിയിൽ എന്നിട്ട് ആ പള്ളിയും പൂട്ടി ഹൗലും വെള്ളം തുറന്നു വിട്ടു, ഒന്നുമില്ല, വെള്ളി അടച്ചു പൂട്ടി. പടച്ചവനെ റബ്ബേ, കമ്മറ്റിക്കാർ കാവലിരിക്കുക. എന്തെന്നറിയോ? ആരും പള്ളി കയറാതിരിക്കാൻ. പണ്ട് കമ്മറ്റിക്കാർ ഇറങ്ങി വിളിക്കുവാ, പള്ളി പള്ളിയുടെ പ്രാവുകൂടാ, പള്ളി ശവിക്കൂടാ, കയറി വേടാ, വാടാ പള്ളി വേടാ. ഇപ്പൊ പള്ളിക്ക് സുബൈർ എന്തായാലും വരാൻ തീരുമാനിച്ചു. പോടാ പോടാ. കാക്ക നിങ്ങളല്ലേ ഇക്ക പള്ളിയിൽ വരാൻ പറഞ്ഞ? ഇക്ക പള്ളി വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇക്ക എന്താ ഓടിച്ചു വിടുന്നത്? പക്ഷേ കൊറോണ പോടാ, ഇവിടെ നിൽക്കടാ. ഇപ്പൊ പോലീസോട് 1000 രൂപ പോടാ, പള്ളിയിൽ നിൽക്കണ്ട. സെക്രട്ടറി അപ്പുറത്ത്, പ്രസിഡന്റ് ഇപ്പുറത്ത്, നടുക്ക് കയറ്റി. ഇല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് 1000 രൂപ കൊടുക്കണം. സെക്രട്ടറി പ്രസിഡന്റ് 1000 രൂപ കൊടുക്കണം. പള്ളിയിലോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാത്ത മഹന്മാര് പള്ളിക്ക് വരാൻ തീരുമാനിച്ചപ്പോ ആ വിളിച്ചവർ തന്നെ ഓടിച്ചുവിടാം. ഓടിക്കില്ല. തിരുവനന്തപുരത്ത് കൊല്ലം വരെ യാത്രയിൽ മൂത്രമൊഴിക്കാൻ പള്ളി കയറാൻ നോക്കിയിട്ട് എല്ലാം പൂട്ടിയിട്ടേക്ക്. ഒരു രക്ഷയില്ല. മാസ്ക് ഇല്ലാതെ മൂത്രമൊഴിക്കാൻ പറ്റൂല. മൂത്രമൊഴിക്കാനും മാസ്ക് കൊണ്ടുള്ള കാര്യം നമ്മൾ അന്നേരം അറിയുന്നത്. സംഭവം മൂത്രമൊഴിക്കാനും മാസ്ക് വേണം പോലും. എന്തോ ഒരു അവസ്ഥയാണ് ഇല്ലേ? എന്തായാലും റാഹത്തായി. കമ്മിറ്റിക്കാർക്കൊക്കെ സുഖമായി. കാരണം നിസ്കാരം ഇല്ലാത്തതുകൊണ്ടേ പള്ളി കൂടെ പൂട്ടിയിട്ടുണ്ട്. അവർക്ക് റാഹത്തായി. കാര്യം പറയല്ല കേട്ടാ, അവർക്ക് റാഹത്തായി. സെക്രട്ടറി ദേഷ്യപ്പെടല്ലേ, നിങ്ങളുടെ കാര്യമല്ല ഇത്, വേറെ ഒരുപാട് കൗമുകളുണ്ട്. അപ്പൊ അവർക്ക് റാഹത്തായി. പള്ളിയിൽ എത്ര പേര് ജുമാ തുടങ്ങിയിട്ട് ഇവർക്ക് ജുമാ തുടങ്ങാൻ വയ്യ, തുടങ്ങണ്ടെന്നാ പറയുന്നത്.
എന്നാലോ കൊറോണ നൽകിയ പാഠം കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഇദാ ഹസബഹു അംറുൻ ഫസ്അ ഇലസ്സലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്കോ മദീനയിലോ ആ നാട്ടിലോ ഒരു പ്രശ്നം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു ദാരിദ്ര്യം വന്നാൽ, ഒരു മാരകമായ രോഗം വന്നാൽ, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ മക്കളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, സഹാബത്തിനോടും പറയും, അമറഹും ബിസ്സലാ അമറഹും ബിസ്സലാ സല്ലൂ 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 ഇദാ അസാബത്തുഹും ഫാഖത്തുൻ. അവർക്ക് കഞ്ഞി കുടിക്കാൻ വഴിയില്ലാതെ വന്നാൽ, അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നാൽ, അവർ ദാഹത്തിലും പരവേശത്തിലുമായി പോയാൽ അവരെല്ലാവരും നേരെ സഹാബാക്കളോട് പറയും, അമറഹും സല്ലൂ, നിങ്ങൾ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. നമസ്കാരത്തിലൂടെ ഏത് മാരക രോഗങ്ങളെയും അല്ലാഹു ഒഴിവാക്കി തരും, ഏത് കടങ്ങളും അല്ലാഹു വീട്ടിത്തരും, ഏത് ഇടങ്ങേറ് മുസീബത്തുകളും അല്ലാഹു ഉയർത്തിക്കളയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, ഏത് പ്രയാസങ്ങൾ വന്നാലും അമറഹും ബിസ്സലാ, നമസ്കരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെയും തന്റെ കുടുംബിനികളെയും കൽപ്പിച്ചത്. നമസ്കരിക്കും, നമസ്കരിക്കും, നമസ്കരിക്കും. ഇന്ന് നമ്മള് നിസ്കരിക്കാൻ വരരുത്, നിസ്കരിക്കാൻ വരരുത്, കൊറോണ കൊറോണ, നിസ്കരിക്കാൻ വരരുത്, കൊറോണ ഗോ, കൊറോണ ഗോ, ഗോ കൊറോണ ഗോ, ഗോ കൊറോണ. നിസ്കരിക്കാൻ വരരുതെന്നായി. അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്താ? ഈ ഇടങ്ങേറ് വന്ന നിസ്കരിക്കണം. സൂര്യഗ്രഹണം സംഭവിച്ച നബി തങ്ങൾ പള്ളിയിൽ പോയിട്ട് സുജൂദിൽ കിടക്കും. അവിടെ ക്ലിയറായി മാറുന്നത് വരെ സുജൂദിൽ കിടക്കും. അങ്ങനെ ദുആ ചെയ്യും. എഴുന്നേൽക്കുമ്പോൾ റാഹത്തായി, ശാന്തിയായി. നമ്മൾ ഈ മുസീബത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ മൊബൈൽ അളിയ എത്രയെന്ന് പറഞ്ഞ അളിയ അത് നോക്കുന്നത്, എന്തോ നോക്കി നോക്കി മാടിത്തള്ള മടിപ്പിച്ച് അവസാനം മൊബൈൽ വേണ്ടെന്നായി. ജീവിതത്തിൽ ചക്ക തിന്നാത്തവൻ ചക്ക കൊണ്ട് ഫ്രൈ വരെ ഉണ്ടാക്കി അള്ളാഹുത്താല. ഈ ചക്ക അത് നമുക്ക് പാടില്ല. അതൊക്കെ പാണ്ടിക്കാരന്മാർ കൊണ്ടുപോട്ടെന്നുണ്ട്. അള്ളാഹുത്താല ഇവനെ കൊണ്ട് തിരിച്ചു. ഉണക്കമീൻ കണ്ടാ ദേഷ്യം പിടുന്നവൻ ഉണക്കമീനിന് വേണ്ടി ദുആ ചെയ്യുവാനും തഹജ്ജുദിന് എഴുന്നേറ്റ് അള്ളാഹു നാളെ 1 കിലോ ഉണക്കമീനെങ്കിലും കിട്ടണേ അടച്ചവനെ. ഉണക്കമീൻ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തവൻ ആഗ്രഹിച്ചില്ലേ? ഉണക്കമീനിന് വേണ്ടി ആഗ്രഹിച്ചില്ലേ? ഉണക്കമീനില്ലേ? ആഗ്രഹിച്ചില്ലേ? സ്വന്തക്കാരെയും കുടുംബക്കാരനെയും കാണ്ട് ജീവിതത്തിൽ എപ്പോഴും വീട്ടിൽ വന്നിരുന്നാല് സ്വന്തക്കാരനും കുടുംബക്കാരനും ഒക്കെ വരുന്ന പണ്ടാരക്കാല ഉമ്മാർ എന്നും ഇവിടെ തന്നെ വന്ന് ഇടങ്ങേറാണല്ലോ എന്ന് ഒരുത്തനും തിരിഞ്ഞു നോക്കാതെ വരുന്ന ആര്? ഭാര്യ അടക്കം. ഭാര്യ വേറെ റൂമിൽ, ഇയാൾ വേറെ റൂമില്ല. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പെട്ടിയായിട്ട് വരിക ഭർത്താവ്. ആ ഭർത്താവ് ഉണ്ടാക്കിയ വീട് വാതിലിൽ വന്ന് നിൽക്കുന്നു. സുബൈദ കേട്ട് അയ്യോ കൊറോണ ഗോ ഗോ, വരണ്ട, പൊയ്ക്കോളാൻ. സ്വന്തം ഭർത്താവ് ഉണ്ടാക്കിയ വീട്, ആ ഭാര്യയും മക്കളും സൂയിക്കാണ്. ഇയാളെ അവിടുന്ന് വരികയാണ്. ആ വാതിൽ നിൽക്കുന്നു. തുറക്ക് സുബൈദ, ഗേറ്റോറ. ഇക്ക, എന്റെ പൊന്നിക്ക, കേരളിക്ക, നിങ്ങൾ അവിടുന്ന് വന്നല്ലേ, അവിടുന്ന് എല്ലാം കൊറോണ ആയിട്ട് വന്നാൽ ദയവേദം അങ്ങ് പൊയ്ക്കോ ഇക്ക. നിങ്ങൾ എവിടെയെല്ലാം പോയി വെള്ളത്തിൽ കടന്നിട്ട് 1 മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഇൻഷാ അല്ലാഹ് മരിച്ചോ ഞാൻ മയ്യത്ത് നിസ്കരിച്ചോളാം, ഇക്ക അങ്ങ് പൊയ്ക്കോളി. പെട്ടിയോ? പെട്ടിക്കാതിരിക്കുന്ന സ്വന്തം നിനക്ക് 5 വളയും കൊണ്ട് അതവിടെ ഇട്ടാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ കൊറോണ പറഞ്ഞെടുത്തോളാം, ഇക്ക അങ്ങ് പൊയ്ക്കോ. ആ പെട്ടി അവിടെ ഇല്ല. വള നിനക്ക് 5 വളയുണ്ട്, കുലിസുണ്ട്, പാദസരുണ്ട്, അരിഞ്ഞാണമുണ്ട്, അലിക്കത്തി, വാല, ചിമിക്കി, ഇതെല്ലാം ഉണ്ട്. അതിനകത്ത് കൊറോണ. അതിൽ പിടിക്കൂല കൊറോണ, സ്വർണ്ണത്തിൽ പിടിക്കൂല എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഇക്ക അതാ മതിലിന്റെ സൈഡിൽ വെച്ചിട്ട് ഇക്ക പോയിക്കോ, ഇക്ക പിള്ളേ വരല്ലേ പ്ലീസ്. ഒരു വാഴ്ച സ്വന്തം ഭർത്താവിനെ ഓടിച്ചുവിട്ടില്ലേ? നമ്മൾ കണ്ടതല്ലേ, ഇതൊക്കെ കണ്ടല്ലേ, ഞാൻ വെറുതെ പറയണോ? ഇല്ല ഉസ്താദേ, എന്താ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം? എന്ത് ബന്ധമായത്? എന്ത് സ്നേഹമായത്? ഇതായിരുന്നോ ഭർത്താവ്? എന്നാൽ എന്റെ മടിയിൽ കിടന്ന് നീ മരിച്ചു, അതാണ് എന്റെ ഇഷ്ടം. മരിച്ചാൽ നമുക്ക് 2 പേർക്കും മരിക്കാം. അതല്ലേ ചിന്തിക്കേണ്ടത്? അതല്ലേ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം? അതല്ലേ ചിന്തിക്കേണ്ടത്? എത്ര വലിയ മാരകമായ രോഗങ്ങളെല്ലാം ലോകത്തുണ്ടായിട്ടുണ്ട്. എല്ലാവരും വിട്ടിട്ട് പോയോ? ഈ സമയത്തല്ലേ ഒരു രോഗം വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഭർത്താവിനെ നമ്മൾ പരിചരിക്കേണ്ടത്? ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞ ഒരു വാക്കെന്താണ് സഹോദരങ്ങളെ? ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈതി وبين سحري ونحري وجعل ريقي وريقي
മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെയോ? ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എന്റെ നെഞ്ചിൽ കിടന്നിട്ടാണ്. മാത്രമല്ല എന്റെ ഉമിനീരും എന്റെ തുപ്പുനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരും അല്ലാഹു ഒരുമിപ്പിച്ച് യോജിപ്പിച്ചത് എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കൊറോണയുടെ സമയത്ത് നമ്മളെങ്ങാണ് ഒന്ന് തുമ്മിയാൽ, ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ തുമ്മിയാൽ, ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് തുമ്മിയാൽ, ഈ പറയുമ്പം സെക്സാന്ന് പറയരുത്. ഗവൺമെന്റ് പറഞ്ഞ് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം, പക്ഷെ ചുണ്ട് തമ്മി ഉമ്മ വയ്ക്കാൻ പാടില്ല. മാസ്ക് വെച്ചിട്ട് ബന്ധപ്പെടണത് എന്തൊരു പരിപാടിയാണ് പറഞ്ഞ കേട്ടായിരുന്നു നിങ്ങൾ? അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ അതിപ്പോ പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. പ്രത്യേക എംബ്ലം തന്നെ വെച്ചു, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ചുണ്ടും സ്പർശിക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവും. ഇടയ്ക്ക് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് വെക്കണം. അത് ചൂടാക്കി വെച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു. പിന്നെ ഒരിക്കലും ചുംബിക്കണ്ടായിരുന്നല്ലോ. എന്താ തുപ്പല് ഉമിനീര് തമ്മിൽ അങ്ങോട്ട് കൊറോണ അതിൽ കൂടെ കയറി ഇതിൽ കൂടെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. വേറെ ഒന്നും വരില്ല. അപ്പോ നബിതങ്ങൾ പറഞ്ഞ എന്താ? അപ്പൊ ഈ കൊറോണയുടെ സമയത്ത് ഈ കുട്ടികളൊക്കെ പ്രസവിക്കുമ്പോൾ തൊട്ടുകൊടുക്കലില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം കൊറോണ. ഉസ്താദിന് തൊട്ടുകൊടുത്ത ഉസ്താദിന്റെ കൊറോണ അങ്ങനെ എന്റെ കുഞ്ഞിക്ക് പിടിച്ചാല് കൊറോണ മോളെന്ന് പേര് വരില്ലേ? ഇനി തൊട്ടുകൊടുക്കൽ പരിപാടിയെ ഇല്ലാതായിപ്പോയി. കൊറോണ ഇപ്പോഴും കൊടുക്കുന്നില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ ഞാൻ പോയി, കുട്ടിക്കാരാ തൊട്ടൊന്നും കൊടുത്തില്ല, പാങ്ക് വിളിച്ചതേ ഉള്ളൂ, പിന്നെ സംസം വെള്ളം ഇച്ചിരി കൊടുത്തു. അത് നീ തൊട്ട് കൊടുക്കാൻ കൊറോണ അല്ലേ, ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോന്ന്? എങ്ങനെയുണ്ട്? ആ സുന്നത്ത് പോയില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. ഇങ്ങനെയാണോ നമ്മളിങ്ങനെയാണ് ധരിക്കുന്നത്? ഈ കൊറോണ എന്ന് പറഞ്ഞ സംഭവം എന്നറിയോ? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മളെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത്. ചുമ്മാ വെറുതെ പോയിട്ടൊന്ന് പരിശോധിച്ചിട്ട് കൊറോണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. എത്ര പേര് അറ്റാക്ക് വന്ന് മരിച്ചു? ടാന്ന് മലന്നടിച്ച് അവിടെ പോയി പോസിറ്റീവാന്ന് പറയുമ്പോൾ ഇതാ കിടക്കുന്നു. മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ കണ്ടതാണ്. ലണ്ടൻ ഈ കൊറോണ സമയത്ത് ലണ്ടനിൽ ഒരു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഫുഡിൽ എന്തോ ചെറിയ പോയിസൺ ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലൂടെ വയറിന് എന്തോ വേദന. അങ്ങനെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ എന്താ കഴിച്ചത്? നോക്കുമ്പോൾ വേറെ അസുഖമൊന്നുമില്ല, രാവിലെ എന്താ കഴിച്ചത്? ഡോക്ടർ എഴുതി രാവിലെ കഴിച്ചത് ബർഗർ. 64 കുട്ടികളുണ്ടായിരുന്നു. ബർഗർ കഴിച്ചത് കൊണ്ടായി സംഭവിച്ചു എന്ന് പറഞ്ഞു. വേറെ ഒന്നും അസുഖമൊന്നുമില്ല. ഡോക്ടർ എഴുതി ബർഗർ കഴിച്ചത്, അതല്ല വേറെ മാർഗമൊന്നുമില്ലല്ലോ. കുട്ടി ICUവിൽ കിടക്കുകയാണ്. അപ്പൊ അതുവരെയ്ക്കും ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഉച്ചവരെയായിട്ട് കുഴപ്പമില്ല. ഉച്ചയായപ്പോൾ ആരോ പറഞ്ഞു ആ കുട്ടി സുഖമില്ലാതായത് ബർഗർ കഴിച്ചിട്ടാണ്. രാവിലത്തെ ഇവിടുത്തെ നാസ്ത ബർഗർ ആയിരുന്നു. ഈ 64 കുട്ടികൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അതിലെ 4 കുട്ടികൾ അറ്റാക്ക് വന്ന് വീണു. യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ അതിൽ നിന്ന് 1-2 കുട്ടികൾ വീട്ടിലേക്ക് പോയിരുന്നു. അവർക്ക് ഒരു പ്രശ്നമില്ല, കാരണം അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഈ ബർഗറിൽ നിന്നാണ് നിങ്ങൾക്ക് രോഗം വന്നതെന്നും, അതുകൊണ്ടാണ് ആ കുട്ടി അറ്റാക്ക് വന്നതെന്നും, അതുകൊണ്ടാണ് ആ കുട്ടി ICUവിൽ കിടന്നതെന്നും, അതുകൊണ്ടാണ് ഇവർ മരിച്ചതെന്നും, അതുകൊണ്ടാണ് ഇവർ ഛർദ്ദിച്ചതെന്നും ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർക്ക് പ്രശ്നമായത്. അതുവരെയ്ക്കും ആർക്കും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഇതൊരു ഹിക്മത്താണ്. ഇപ്പൊ കൊറോണ നമ്മൾ അറിഞ്ഞപ്പോ എത്ര പേര് അറ്റാക്ക് വന്നത്, എത്ര പേര് ആത്മഹത്യ ചെയ്തു? മണ്ടന്മാരെ, എന്നാ കൊറോണ വന്ന് നീ അങ്ങനെ ചാവ്, നീ ആത്മഹത്യ ചെയ്യാതെ. എത്ര പേര് ആത്മഹത്യ ചെയ്തു കൊറോണ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മളെ ഇടങ്ങാറാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു പറ്റം കോർപ്പറേറ്റുകളുടെ ഒരു പരിപാടികളാണ് ഇതെല്ലാം. ഇതിപ്പോൾ എത്ര വിറ്റു? ആർക്കും വേണ്ട സംഭവിച്ചാൽ മാസ്ക് എത്ര വിറ്റു? എത്ര പേരെ അതിൻ്റെ കച്ചവടം നടത്തി? എത്ര പേരാ നമ്മളത് സൂക്ഷിച്ച് മേടിച്ച് വെച്ചിരുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നുപോയി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ. എത്ര മയ്യത്തുകളാണ് കുളിപ്പിക്കാൻ പറ്റാതെ, എത്ര മയ്യത്തുകളാണ് നമസ്കരിപ്പിക്കാൻ പറ്റാതെ അടക്കം ചെയ്തത്? എന്നാലോചിച്ച് നോക്കി. എത്ര മയ്യത്തുകളാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. സ്വന്തം കൈ കൊണ്ടുപോലും തൊടാനോ എടുക്കാനോ പറ്റാത്തത്. ഇന്നും നിങ്ങൾ തിരുവനന്തപുരത്ത് വരീൻ, 64 കൊറോണ മയ്യത്ത് സ്വന്തം കൈ കൊണ്ട് കുളിപ്പിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് പലർക്കും കൊറോണ വന്നിട്ടുണ്ട്. വരാത്ത ഒരാളിനെ ഞാൻ കാണിച്ചു തരാം. തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ 64 കൊറോണ മയ്യത്ത് അയാൾ സ്വന്തമായിട്ട് കുളിപ്പിച്ചു. അയാൾ കയ്യിലൊന്നും സിനാപ്പി ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, കുളിപ്പിച്ചു. നമുക്ക് ആ പേടിയാ. പാമ്പ് കടിച്ചാൽ ചാവൂല. പാമ്പ് കടിച്ചു നമ്മളങ്ങനെ അറിഞ്ഞാൽ പോയി സംഭവം ഔട്ടായി. നമ്മളെ കടിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോ എന്തോ ഒന്ന് കടിച്ചു, എന്തോ ഒന്ന് കടിച്ചു.
പാമ്പാ കടിച്ചത് സംഭവം. മൂർഖനായിരിക്കും കടിച്ചത്. അറിയാതെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ചെറുതായിട്ട് ചോര വരുന്നു. എന്തോന്ന് കടിച്ചാൽ ഇപ്പൊ വീട്ടിൽ ഉമ്മ പറയും അത് വല്ല എലിയോ അല്ലെങ്കിൽ മുള്ളു വല്ലതും കൊണ്ടതായിരിക്കും. എന്നാ റാഹത്തായിട്ട് മിണ്ടാണ്ടിരിക്കും. വേണ്ട എവനെങ്കിലും വന്ന് ആ പള്ളിയുടെ പരിസരം തന്നു, അവിടെ ഒരു മൂർഖനെ ഞാൻ ഇന്നലെ കണ്ട്, അതായിരിക്കും സംഭവം, എന്നെ കടിക്കാം. തീർന്ന അയാളുടെ വഴി അപ്പളെ തീർന്നു. പിന്നെ അടുത്ത കബർ വെട്ടിയാണ്. ഇതാണ് മനുഷ്യൻ ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രോഗം വരുമ്പോൾ ഡോക്ടർ നേരിട്ട് ബൈസ്റ്റാൻഡിനെ വിളിക്കുന്നത്. രോഗിയോട് പറയൂല. ബൈസ്റ്റാൻഡിനെ വിളിച്ചിട്ട് പറയും ആ മുഴുവൻ പാവം ക്യാൻസർ ആയിപ്പോയി, നിങ്ങൾ ഇനി ആരെങ്കിലൊക്കെ അറിയിക്കണം, അത് ആവശ്യമുള്ളതെല്ലാം കൊടുത്തോളി, അങ്ങനെ അങ്ങ് പോകട്ടെ, അങ്ങനെ അങ്ങ് പോട്ടെ. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? ഇല്ല, അസുഖമൊന്നുമില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാനാണ് വീട്ടിൽ പറഞ്ഞത്. ആഹാ അൽഹംദുലില്ലാഹ്. അയാള് പിന്നെയും 10 വർഷം ജീവിക്കും. എനിക്കറിയാവുന്ന എത്ര സംഭവങ്ങളുണ്ട്. അയാൾ 10 വർഷം പിന്നെയും ജീവിക്കും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരു മനക്കരുത്തി എപ്പോഴും നമുക്ക് വേണം. നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക്, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നബിതങ്ങൾ നിസ്കരിച്ച് സുജൂദ് ചെയ്ത് ദുആ ചെയ്ത്, നമുക്കതിന് പരിഹാരമില്ലേ? നമുക്ക് പരിഹാരമില്ലേ? നമ്മൾ ദുആ ചെയ്തുകൂടെ? ദുആ ചെയ്ത് നമുക്ക് പരിഹരിക്കാമല്ലോ.